ഗോവിന്ദൻ മാഷിൻ്റെ കാര്യത്തിലെടുത്താൽ അതൊരു കുതിച്ചുചാട്ടം തന്നെ അദ്ദേഹം നടത്തിയിട്ടുണ്ട് എന്ന് പറയാം. അത് ഇത്രയും കാലം ഏകദേശം ഒരു 6-7 വർഷങ്ങളായി നടക്കുന്ന അദ്ദേഹത്തിൻ്റെ ന്യായീകരണ ശ്രമങ്ങളിൽ നിന്ന് അദ്ദേഹം വളരെ വ്യക്തമായ ഒരു വാചകം, പൂർണ്ണമായ വാചകം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ നടത്തിയതിൽ മുസ്ലിം വിരുദ്ധ വിദ്വേഷ പ്രചരണമാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ആ അർത്ഥത്തിൽ അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അത് ഇത്രയും കാലം CPM-ൻ്റെ വക്താക്കൾ, ഇപ്പോൾ ഇവിടെ നമ്മളോടൊപ്പം ഉള്ള ഗോപൻ സാർ അടക്കം വളരെ ശക്തമായി ന്യായീകരിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം, അത് വെള്ളാപ്പള്ളിയുടെ എല്ലാ പരാമർശങ്ങളും ലീഗിനെതിരെയാണ്, ലീഗിനെ മുൻനിർത്തിക്കൊണ്ട് നടത്തുന്നതാണ്, അത് മുസ്ലിം സമുദായത്തിനെതിരല്ല എന്ന് വ്യാഖ്യാനിക്കാൻ അല്ലെങ്കിൽ അങ്ങനെ ന്യായീകരിക്കാനാണ് എൻ്റെ എല്ലാ കാലത്തും എല്ലാവരും ശ്രമിച്ചിട്ടുള്ളത്. അതിന് ഒരു ഘട്ടത്തിൽ ഒരു കമ്മ്യൂണിക്കെ വന്നിട്ടുള്ളത്, ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുള്ളതിൽ പോലും വെള്ളാപ്പള്ളിയുടെ പേര് പരാമർശിച്ചിട്ടില്ല. അതിൽ ആരും വിദ്വേഷ പ്രചരണത്തിന് നടത്തരുത് എന്നവർ ഒരു പൊതു ഉപദേശം എന്ന നിലയിലാണ്. ഈ വെള്ളാപ്പള്ളിക്ക് മാത്രമല്ല, ഇവിടെ മറ്റാരൊക്കെയോ വിദ്വേഷ പ്രചരണങ്ങൾ നടത്തുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ആരും വിദ്വേഷ പ്രചരണങ്ങൾ നടത്തരുത്, വിദ്വേഷ പ്രചരണങ്ങൾ നടത്തുന്ന എല്ലാവരും അതിൽ നിന്ന് പിന്മാറണം തരത്തിലുള്ള ഒരു പൊതു ഉപദേശം എന്നുള്ള നിലയിലുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് CPM സംസ്ഥാന കമ്മിറ്റി പറഞ്ഞിട്ടുള്ളത്. അതിൽ വെള്ളാപ്പള്ളിയുടെ പേര് എവിടെയും പരാമർശിച്ചിട്ടില്ല. എന്നാൽ ഇത് വളരെ വ്യക്തമാണ്. അതേ സമയം തന്നെ അതിൽ ആശയക്കുഴപ്പം എപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ ദാമോദർ പ്രസാദ് സാർ ഇവിടെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വ്യക്തമാണ്, അദ്ദേഹത്തിൻ്റെ നിലപാട് വ്യക്തമാണ്. പക്ഷേ പാർട്ടിക്ക് ഇതിലുള്ള ആശയക്കുഴപ്പവും അതിൻ്റെ കൂടെ തന്നെ വ്യക്തമാണ്. ആ ആശയക്കുഴപ്പം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഒരിക്കലും ഇത് ഞങ്ങൾ തള്ളി പറഞ്ഞിട്ടുണ്ട് എന്ന വാദം ഇപ്പോഴും അദ്ദേഹം ഉയർത്തുകയാണ്. എന്നാൽ ഇതിൻ്റെ കൂടെ പാർട്ടി വെള്ളാപ്പള്ളി മാത്രമല്ല ഇവിടെ വിദ്വേഷ പ്രചരണം നടത്തിയിട്ടുള്ളത് എന്നുകൂടി നമ്മൾ കാണണം. വെള്ളാപ്പള്ളി നടത്തിയിട്ടുള്ള ഒരു വർഷത്തിനിടയിൽ വെള്ളാപ്പള്ളി നടത്തിയിട്ടുള്ള 60-ലധികം വിദ്വേഷ പ്രചരണങ്ങൾ ഡോക്യുമെൻ്റ് ചെയ്യപ്പെട്ടുള്ളതാണ്. അതിൽ 10% മാത്രമാണ് ലീഗിനെതിരെ ഉള്ളത്. ബാക്കി മുഴുവൻ മുസ്ലിങ്ങൾക്കെതിരാണ്, മലപ്പുറം ജില്ലയ്ക്കെതിരാണ്, പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലും മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള വളരെ വ്യക്തമായ പ്രചരണം തന്നെയാണ്, വിദ്വേഷ പ്രചരണം തന്നെ നടത്തിയിട്ടുള്ളത്. പക്ഷേ അതിന് ഓരോ ഘട്ടത്തിലും ന്യായീകരിച്ചുകൊണ്ട് പാർട്ടി രംഗത്ത് വന്നിട്ടുണ്ട്. അതിൽ തള്ളി പറയാനല്ല, ന്യായീകരിക്കാനാണ് ആളുകൾ വന്നിട്ടുള്ളത്. വിജയരാഘവനടക്കമുള്ള, അല്ലെങ്കിൽ AK ബാലനടക്കമുള്ള, സജി ചെറിയാനടക്കമുള്ള, VN വാസവനടക്കമുള്ള, കടകംപള്ളി സുരേന്ദ്രൻ, അങ്ങനെ എണ്ണി പറയാവുന്ന നിരവധി സമുന്നതരായ നേതാക്കൾ അദ്ദേഹത്തിൻ്റെ വാചകങ്ങൾ ഏറ്റെടുക്കുകയും അതിൻ്റെ പ്രതിധ്വനികളായി സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന് മാറാട്, ലീഗ് അധികാരത്തിൽ വന്നാൽ മാറാട് കലാപം ഉണ്ടാവും, ലീഗ് ആഭ്യന്തര മതിയാവും എന്ന് പറഞ്ഞാൽ വെള്ളാപ്പള്ളി നടേശൻ്റെ അതേ വാചകങ്ങൾ AK ബാലൻ ഇവിടെ ആവർത്തിച്ചിട്ടുണ്ട്. നമ്മളത് കണ്ടതാണ്. അത്തരത്തിലുള്ള വിദ്വേഷ പ്രചരണങ്ങൾ നടത്തിയ CPM നേതാക്കളെക്കുറിച്ച് എന്താണ് പാർട്ടി പറയുന്നത് എന്നതിൽ കുറിച്ചൊന്നും പറയുന്നില്ല. രണ്ടാമത്, ഇതൊരു തെറ്റാണ് എന്ന് പാർട്ടി പറയുന്നത്. ഇതിലാണ് ഞാൻ ഊന്നുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അതാണ്, ഇത് തെറ്റാണ്, ഇത് ജനങ്ങൾക്ക് മുമ്പാകെ ഞങ്ങൾ തെറ്റ് തിരുത്തുകയാണ് എന്ന് പറയുന്നില്ല. ആ ഒരു വാചകം പറയുന്നില്ല. സ്വയം വിമർശനം എന്ന വാക്കിൽ എല്ലാം പൊതിഞ്ഞു വെക്കുകയാണ് ചെയ്യുന്നത്. സ്വയം വിമർശനം എന്നാൽ അതിൻ്റെ അടുത്ത നടപടി തിരുത്തലായിരിക്കാം. തീർച്ചയായും പാർട്ടി ഘടന അനുസരിച്ച്, അതിൻ്റെ സംഘടനാ രീതി അനുസരിച്ച് അത് തിരുത്തലിലേക്ക് പോകുമായിരിക്കാം. പക്ഷേ ജനങ്ങൾക്ക് മുമ്പാകെ ഈ പറയുന്ന സംഗതി അത് എന്താണെന്ന് വെച്ചാൽ ജനങ്ങൾക്ക് അറിയുന്ന കാര്യമാണിത്. ജനങ്ങളെ സംബന്ധിച്ച് ഇതിൽ ഒരു ആശയക്കുഴപ്പമില്ല. അവർ പാർട്ടിക്കാണ്, അല്ലെങ്കിൽ പാർട്ടി നേതൃത്വത്തിനാണ് പിഴവ് സംഭവിച്ചിട്ടുള്ളത്. അവർക്കാണ് മനസ്സിലാകാതെ പോയത്. 6-7 വർഷമായി ഇവിടെ നടക്കുന്ന ഇത്തരം പ്രചരണങ്ങൾ, ഇതിൻ്റെ പരിണതഫലം എന്തായിരിക്കുമെന്ന് ഊഹിക്കാനോ കണ്ടെത്താനോ കഴിയാതെ പോയത് പാർട്ടിക്കാണ്. എന്നാൽ ജനങ്ങൾക്ക് അതിൽ വ്യക്തതയുള്ള രാഷ്ട്രീയം അവർക്ക് മുമ്പിൽ തെളിഞ്ഞ് കിട്ടിയതുകൊണ്ടാണ് ഇത്തരം ഒരു ഫലം തെരഞ്ഞെടുപ്പ് ഫലം ഇവിടെ ഉണ്ടായത്. അതേസമയം ഇതിൽ മറ്റൊരു കാര്യം കൂടി ഇതിനോടൊപ്പം ചേർത്ത് ഇന്ന് തന്നെ P. ജയരാജൻ്റെ ഒരു പ്രസ്താവന കാണാം. ആ P. ജയരാജൻ്റെ പ്രസംഗത്തിൽ അദ്ദേഹം 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. അദ്ദേഹം വളരെ വ്യക്തമായ ഉന്നം വെക്കുന്നുണ്ട്. അതിലെന്താണ് 2 കാര്യം? ഒന്നാമത്തെ കാര്യം, ഇത് ഒരേ സമയം 2 തോണിയിൽ 2 വള്ളങ്ങളിൽ സഞ്ചരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്നത്, ഒന്ന്, വെള്ളാപ്പള്ളി നടേശൻ്റെ മകൻ NDAയുടെ ഘടകകക്ഷിയായി നിൽക്കുന്ന കാര്യമാണ്. രണ്ടാമത് പറയുന്നത് നവോത്ഥാന സമിതിയുടെ ചെയർമാനാണ് ഇദ്ദേഹം എന്നാണ്. ഒരേ സമയം NDA ഘടകകക്ഷിയായും അതേസമയം നവോത്ഥാന സമിതിയുടെ ചെയർമാനായും 2 വള്ളങ്ങളിൽ കാലൂന്നുന്നു എന്ന് പറയുമ്പോൾ ആരാണ് ഈ നവോത്ഥാന സമിതി ചെയർമാനായി ഇദ്ദേഹത്തെ നിയമിച്ചത്? അത് പിണറായി വിജയനാണ്, സർക്കാരാണ്. ഏത് സാഹചര്യത്തിൽ? ശബരിമല അയ്യപ്പ വിവാദവുമായി ബന്ധപ്പെട്ട, സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട ഹൈന്ദവ സമൂഹത്തിൽ നിന്ന് അതിശക്തമായ പ്രതികരണങ്ങൾ ഉണ്ടായപ്പോൾ അതിനെ തടുക്കുന്നതിന് വേണ്ടി രൂപം കൊണ്ടതാണ് നവോത്ഥാന സമിതി. അതിനെ തുടർന്നാണ് നവോത്ഥാന മതിൽ പോലെയുള്ള സംരംഭങ്ങൾ ഇവിടെ ഉണ്ടായത്. ആ കാര്യം ഇവിടെ കൃത്യമായി P. ജയരാജൻ ഊന്നുന്നുണ്ട്. രണ്ടാമത് അദ്ദേഹം പറയുന്നത്, ഗുരുവിൻ്റെ സന്ദേശം ഉൾക്കൊള്ളാത്ത ആളാണ്, അതിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ആളാണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന് P. ജയരാജൻ പറയുന്നുണ്ട്. എന്താണ് അതിൻ്റെ സന്ദർഭം? ഇദ്ദേഹം ഗുരുവിൻ്റെ സന്ദേശം ജീവിതത്തിൽ പകർത്തിയ ആളാണ് എന്ന് പ്രസംഗിച്ചത്, അദ്ദേഹത്തെ വേദിയിലിരുത്തി പൊന്നാട ചാർത്തിക്കൊണ്ട് പറഞ്ഞത് പിണറായി വിജയനാണ്.
അപ്പോൾ നമ്മളൊക്കെ പറഞ്ഞു ഏത് ഗുരുവിൻ്റെയാണ്? അത് ഗുരു ഗോൾവാൾക്കറുടെ ജീവിതമാണ് പകർത്തിയതെന്ന് ഇവിടെ വിമർശകർ പറഞ്ഞിട്ടുണ്ട്. ഗുരു ശ്രീനാരായണ ഗുരുവിൻ്റെ അല്ല. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ അദ്ദേഹം എങ്ങോട്ടാണ് ചൂണ്ടുന്നതെന്ന് ഈ ചർച്ച എന്തുകൊണ്ട് ഇങ്ങനെ ഉണ്ടായി വരുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ്. ഇതിൽ രണ്ട് കാര്യങ്ങൾ പറയാനുള്ളത്. ഒന്ന്, പാർട്ടിക്കകത്ത് എപ്പോൾ വിഭാഗീയത ഉണ്ടായിട്ടുണ്ടോ അപ്പോഴൊക്കെ അത് ആശയ സമരത്തിൻ്റെ മറ പിടിച്ചുകൊണ്ടാണ് നടന്നിട്ടുള്ളത്. ഇത് ആശയ സമരത്തിൻ്റെ മറ പിടിച്ചു നടക്കുന്ന വിഭാഗീയതയാണ്. ആ വിഭാഗീയതയുടെ തുടക്കം പി ജയരാജൻ കുറിച്ചു കഴിഞ്ഞു. അത് പാർട്ടിക്കെതിരായ അതിശക്തമായ വിമർശനം, ജനങ്ങൾ, അതിൻ്റെ പാർട്ടി അണികൾ, അതിൻ്റെ സാധാരണ കേഡർമാർ നടത്താൻ പോകുന്ന വിമർശനത്തിൻ്റെ മുന്നോടിയായി നടക്കുന്ന ഒരു പരാമർശമായിട്ടാണ് ഞാൻ പി ജയരാജൻ്റെ ഇന്നത്തെ പ്രസംഗത്തെ കാണുന്നത്. അതിനെ തടയിടുന്നതിന് വേണ്ടി ഇതിൻ്റെ ഉത്തരവാദികളായ, ഈ പരാജയത്തിൻ്റെ ഉത്തരവാദികളായ പിണറായി വിജയനിലേക്കും എം.വി. ഗോവിന്ദൻ മാഷിലേക്കും ഈ വിമർശനങ്ങൾ വരാതെ തടുക്കുക എന്നതാണ് ഇന്നത്തെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം വിജയകരമായി നിർവഹിച്ച ദൗത്യം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്.